യെസ്, ഇനിയിപ്പോൾ ഈ ചർച്ചകളൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിക്കാതെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളെ കണ്ടെത്തുകയാണ് കോൺഗ്രസിന് നല്ലത് എന്നുള്ള സുനിൽ ഐസക്കിന്റെ വാചകം കൂടി അവസരത്തിൽ ഓർക്കുകയാണ്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ കാര്യങ്ങളിലുള്ള ചർച്ചകൾ കൂടി ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇടതു മുന്നണിയുടെ നെടുങ്കോട്ടകൾ പിളർന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ CPM CPI നേതൃയോഗങ്ങൾ ഇന്നാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാഥമിക ചർച്ചകൾ നടക്കും. MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ യോഗത്തിൽ വിമർശനം ഉയരാനുള്ള സാധ്യതയുമുണ്ട്. സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണെന്ന വിമർശനം CPI അണികൾ ഉയർത്തിയിട്ടുണ്ട്. സെയ്ഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, അങ്ങനെ ഇരുത്തി ചിന്തിക്കാനുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് യോഗം, CPIയുടെ കൂടെ യോഗമുണ്ട്. CPI നേരത്തെ തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ആഞ്ഞടിച്ച് രംഗത്ത് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി എത്താനുള്ള സാധ്യതകൾ കൂടി പരിഗണിക്കുന്ന ചർച്ചകളായിരിക്കണം. അതിനപ്പുറത്ത് തോൽവിയുടെ കാരണങ്ങൾ, അതിലേക്കുള്ള ഒരു ഇഴകീറി പരിശോധനയിലേക്ക് കടക്കുമോ? അതെ, അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തൽ പാർട്ടി നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ട് ജിൽസി. അതുകൊണ്ട് അത് പരിശോധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. 1977 ശേഷം ഇത്രയും കുറഞ്ഞ സീറ്റുള്ള ഒരു പ്രതിപക്ഷം നിയമസഭയിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. 2011 68 സീറ്റാണ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. 2014 പിണറായി വിജയൻ ആദ്യം വന്നപ്പോൾ 92, പിന്നീട് 99 സീറ്റിലേക്കും എത്തിച്ചേർന്നു. അങ്ങനെ കുറെ കാലമായി പ്രതിപക്ഷത്ത് ശക്തമായ ആൾക്കാരുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് 35 സീറ്റിലേക്ക് ഇടതു മുന്നണി കുറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ കാരണങ്ങൾ പാർട്ടി നേതൃത്വം പരിശോധിക്കേണ്ടതുണ്ട്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട മേഖലകളിൽ വോട്ട് ചോർച്ച ഉണ്ടായത് പാർട്ടി നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി കോട്ടകളായ മണ്ഡലങ്ങളിൽ പോലും വോട്ട് ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ധർമ്മടത്ത് പിണറായി വിജയൻ 6 റൗണ്ട് എണ്ണുമ്പോൾ പിറകിൽ പോയത് പാർട്ടിയെ അമ്പരപ്പിച്ച് കളയുകയും ചെയ്തു. കല്യാശ്ശേരി, മട്ടന്നൂർ അടക്കമുള്ള പാർട്ടി കോട്ടകളിൽ ഭൂരിപക്ഷം വൻ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടി നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ് സ്വാഭാവികമായും പരിശോധനയിലേക്ക് വരാൻ പോകുന്ന കാര്യം. MV ഗോവിന്ദനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കണക്കാക്കപ്പെടുന്നത്. പിന്നീടുള്ളത് ജിൽസി നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷത്തെ ആര് നയിക്കും എന്നുള്ളതാണ്. പിണറായി വിജയന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരു പേരിലേക്ക് പാർട്ടി നേതൃത്വത്തിന് പോകേണ്ട കാര്യമില്ല. പക്ഷേ നേതാക്കളുടെ ഭൂരിപക്ഷ അഭിപ്രായം അദ്ദേഹം തന്നെ അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. കാരണം 102 പേർ എന്ന വലിയ സ്ക്വാഡുമായിട്ടാണ് UDF നിയമസഭയിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ നേരിടാൻ അത്രമേൽ കരുത്തനായ ഒരു നേതാവില്ലെങ്കിൽ അത് പ്രതിപക്ഷത്തെ അത് വലിയ രീതിയിൽ തിരിച്ചടിക്കും. അതുകൊണ്ട് പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിക്കട്ടെ എന്ന അഭിപ്രായം പാർട്ടി നേതാക്കൾക്ക് ഇടയിൽ തന്നെയുണ്ട്. പിന്നീടുള്ളത് 2011 പോലെ പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് പോലെ ഒരു പ്രധാനപ്പെട്ട പദവി കൂടി ഒരു പക്ഷേ ഉണ്ടായേക്കും. അത് ഭരണഘടനയിൽ പറയുന്നില്ല എങ്കിൽ പോലും പ്രതിപക്ഷ ഉപനേതാവ് എന്ന ആലങ്കാരിക പദവി ആർക്കെങ്കിലും ഒരു നേതാവിനുണ്ടായിരിക്കും. KN ബാലഗോപാലായിരിക്കും അതിനെ പരിഗണനാ പട്ടികയിലേക്ക് വരാൻ പോകുന്നത്. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഒരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടാകും. പിണറായി വിജയന്റെ നിലപാട് ഇന്നത്തോടുകൂടി അറിയാൻ കഴിയും. 10-ാം തീയതി PB യോഗമുണ്ട്. 21, 22, 23 തീയതികളിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു പ്രാഥമിക ആലോചനകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ജിൽസി. തീർച്ചയായിട്ടും അത്തരം പ്രാഥമിക ചർച്ചകൾ കൂടി ഇന്നത്തെ യോഗത്തിൽ നടക്കുമെന്നുള്ള വിവരങ്ങളാണ് സേഫ് അവിടെ നിന്ന് നൽകിയത്. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടി, ഒരു വലിയ വെല്ലുവിളി കൂടി നമ്മൾ നേരിടുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേ വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഇനി അത് മാറ്റി പറയുന്നതായിരിക്കും. കാരണം പിണറായി വിജയൻ എപ്പോഴും പറയുന്നോ അപ്പോഴൊക്കെ അതിന് മുന്നിൽ മുഖ്യമന്ത്രി എന്ന് വന്നു പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതിനി മാറ്റി പറഞ്ഞ് ശീലിക്കേണ്ടതുണ്ട്. അപ്പുറത്ത് ആരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഒരു ശീലത്തിലേക്ക് കൂടി കടക്കേണ്ടി വരും.